മുൻ പ്രധാനമന്ത്രി മൻമോഹൻ സിംഗിന്റെ ജീവിതത്തെ ആസ്പദമാക്കിയെടുത്ത ചിത്രം ദ ആക്സിഡന്റൽ പ്രൈം മിനിസ്റ്ററുമായി ബന്ധപ്പെട്ട വിവാദങ്ങൾ കെട്ടടങ്ങുന്നില്ല. ഇപ്പോൾ ചിത്രത്തിൽ അഭിനയിച്ച അനുപം ഖേറിനെതിരെ ബീഹാർ കോടതിയിൽ കേസെടുത്തിരിക്കുന്നു. സമൂഹത്തിലെ പ്രമുഖരായ വ്യക്തികളുടെ സൽപ്പേര് കളങ്കപ്പെടുത്തിയെന്ന് ആരോപിച്ചാണ് അഭിഭാഷകനായ സുധീർ കുമാർ ഓജ പരാതി നൽകിയിരിക്കുന്നത്. മുസാഫർപൂരിലെ ചീഫ് ജുഡീഷ്യൽ മജിസ്ട്രേറ്റ് കോടതിയിൽ ഫയൽ ചെയ്ത കേസ് ജനുവരി 8-ന് സബ് ഡിവിഷണൽ ജുഡീഷ്യൽ മജിസ്ട്രേറ്റ് കോടതി പരിഗണിക്കും. ഇതിനു മുന്നേ ദി ആക്സിഡന്റൽ പ്രൈം മിനിസ്റ്ററുമായി ബന്ധപ്പെട്ട വിവാദങ്ങളോട് പ്രതികരിച്ച് ഗുജറാത്ത് MLA ജിഗ്നേഷ് മേവാനിയും രംഗത്തെത്തിയിരുന്നു. തനിക്ക് മോദിയെക്കുറിച്ച് ഒരു സിനിമ എടുക്കാൻ താൽപര്യമുണ്ടെന്നും ചിത്രത്തിന്റെ പേര് കാവൽക്കാരൻ കള്ളനാണെന്നുമാണ് ജിഗ്നേഷ് പ്രതികരിച്ചത്. ഇന്ത്യയുടെ മുൻ പ്രധാനമന്ത്രി ഡോക്ടർ മൻമോഹൻ സിംഗിന്റെ രാഷ്ട്രീയ ജീവിതത്തിലെ ചില പ്രധാന ഏടുകൾ പ്രമേയമാക്കി ഒരുക്കിയ ചിത്രത്തിൽ മൻമോഹൻ സിംഗായി സ്ക്രീനിലെത്തുന്ന അനുപം ഖേറിനെതിരെയും മുൻ പ്രധാനമന്ത്രിയുടെ മാധ്യമ ഉപദേഷ്ടാവും ചിത്രത്തിന് ആധാരമായ പുസ്തകത്തിന്റെ രചയിതാവുമായ സഞ്ജയ് ബാരുവുമായി വേഷമിടുന്ന അക്ഷയ് ഖന്നയ്ക്കെതിരെയും പരാതി നൽകിയിട്ടുണ്ട്. ഇതിനു പുറമെ ചിത്രത്തിന്റെ നിർമ്മാതാവിനും സംവിധായകനെതിരെയും പരാതി നൽകിയിട്ടുണ്ട്. ചിത്രം സംവിധാനം ചെയ്തിരിക്കുന്നത് വിജയ് രത്നാകർ ഘട്ടയാണ്. ചിത്രം ഈ മാസം 11-ന് റിലീസ് ചെയ്യും.